എത്തപ്പോളൊക്കെ ഒരു കഥ. ബസ്സിന് പോകാൻ ഒരു ഉറുപ്പ്യ പോലും ഇല്ലാത്ത ആൾക്കാരായിരുന്നു ഇപ്പൊ ഫ്ലൈറ്റിനൊക്കെയാണ് പോണത്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഒക്കെ ഒരു ഇക്കാക്കട്ട കമന്റ് ആണ്. ആ കമന്റ് ഇട്ട ആളെ കുറിച്ചോ ആ കമന്റിനോ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാരണം പറഞ്ഞത് സത്യം തന്നെയാണ്. ഏത് മനുഷ്യനിക്കും ഒരു മോശം സിറ്റുവേഷൻ എന്തായാലും ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മളൊക്കെ വളർന്നത് പല പല ജീവിത സാഹചര്യങ്ങളാണ്. പടച്ചോനെ ഇങ്ങോട്ട് പഠിച്ചിട്ട പാടെ നമ്മള് ഭയങ്കര സാമ്പത്തികമുള്ള കുടുംബത്തിലൊന്നല്ല ഞാൻ വളർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റേതായ പല ബുദ്ധിമുട്ടുകൾ ഞങ്ങളെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും എന്റെ ഉപ്പ എന്നെ ഒരു കുറവില്ലാതെയാണ് ഇത്രയും കാലം വളർത്തി. ഇനിയിപ്പൊ ജാസിലിനെ കൈ പിടിച്ച് കൊടുത്തപ്പോഴാണെങ്കിലും ജാസിലും എനിക്ക് ഒരു തരത്തിലുള്ള കുറവോ ഇത്രയും കാലം എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടില്ല. അല്ലെത്തിച്ചിട്ട് കുറച്ചെങ്കിലും ഇവരെ കാര്യങ്ങളൊക്കെ എനിക്കിപ്പോ ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അത് നിങ്ങളൊക്കെ പറഞ്ഞ പോലെ നാലാളടയെ പോയിട്ട് നാവിട്ട് അലച്ചിട്ട് തന്നെയാണ്. ഇല്ലാന്നൊന്നും ഞാൻ പറയണില്ല. നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും അത് കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇടങ്ങാറാണെന്നൊക്കെ അറിഞ്ഞിട്ട് തന്നെയല്ലേ നിങ്ങൾ ഓരോ കമന്റുകൾ ഇടുന്നതും DM-ൽ വന്ന് ഓരോ കാര്യങ്ങൾ പറയണതും. അവരോടൊക്കെ എനിക്ക് ആകെ ഒരു കാര്യം മാത്രം പറയാനുള്ളൂ. നിങ്ങൾ ഇങ്ങനെ നിരന്തരം എന്റെ പിന്നാലെ നടന്നത് ഇങ്ങനെ പറഞ്ഞോണ്ടോ എന്നെ ഇടങ്ങാറാക്കുന്നുണ്ടോ ഞാൻ ഈ പരിപാടി നിർത്തും നിങ്ങൾ ആരും വിചാരിക്കണം. ഇതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ട് അത് ഫേസ് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത്. പക്ഷെ ഈ കൂട്ടത്തിൽ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളത് എനിക്കറിയാം. അവർക്ക് വേണ്ടി ഞാൻ ഇനിയും എന്റെ വീഡിയോസ് ഇട്ടോണ്ടിരിക്കും. എന്തായാലും ഇന്നൊക്കെയുള്ളത് അയക്കണം. അൽഹംദുലില്ലാഹ് റാഹത്ത്. ബാക്കി നാളെ നോക്കാം.